കമന്റ് ചെയ്ത ഈ അക്കൗണ്ട് പോയിട്ട് ഞാൻ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വർദ്ധമായ സ്വാഗതം. രനാസുന വീണ്ടും രനാസുനയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ രനാസുന ഇല്ല. രനാസുനെ മാറ്റിവെച്ച് രനാസുനയുടെ ഭാഗ്യ ജോഡി എന്നൊക്കെ അറിയപ്പെടുന്നത്, അതായത് കുഞ്ചാക്കോ ബോബനും ശാലിനി എന്നാണ് ഈ ഒരു ജോഡിയെ പറ്റി രനാസുന മുമ്പ് അഭിപ്രായപ്പെട്ടത്. അതിലെ കുഞ്ചാക്കോ ബോബൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. എനിക്ക് ഒന്ന് രണ്ട് ഷെയർ ചെയ്തെന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന കുഞ്ചാക്കോ ബോബൻ ഇരുന്ന് പൂരത്തെറി വിളിക്കുന്നുണ്ട്. വിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരത്തെറി. തുടക്കം ഇട്ടപ്പോൾ തന്നെ ഹൈലൈറ്റ് തന്നെ ഒരു പൂരത്തെറിയിലാണ് അണ്ണൻ കൊണ്ടിട്ടിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ ആ ഒരു പൂരത്തെറിയാണ് ആദ്യം കേൾക്കുന്നത്. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു പൂരത്തെറി കേൾക്കും. പിന്നീട് അത് കുറച്ച് കഴിഞ്ഞാൽ ഈ തെറി വരുന്നു. പക്ഷേ കാണുന്നവർ ഈ പൂരത്തെറി ആദ്യം കേൾക്കണം എന്ന് കരുതി ഈ കുഞ്ചാക്കോ ബോബൻ ആദ്യം പൂരത്തെറി ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തോ ഇവനെ ആരോ എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ നോക്കിയപ്പോൾ തെറിയോട് തെറി. അതായത് കുറെ കാലം കൊണ്ട് ഈ കുഞ്ചാക്കോ ബോബന്റെ ഒരു അഡ്രസ് ഇല്ല. അതായത് ഈ രനാസുന നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകുന്ന അതുവരെ കൊണ്ടാക്കി, ഈ പറയുന്ന ട്രെയിനിൽ വരെ കൊണ്ടാക്കി എന്നൊക്കെയാണ് അറിവ്. അതിനുശേഷം ഈ പറയുന്ന കുഞ്ചാക്കോ ബോബനെ കാണാറ് ഞാൻ കരുതി ഇവർ അടിച്ച് പിരിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ പക്ഷെ അല്ല, ഇപ്പൊ നിലവിലേതോ ഒരു ആൽബത്തിൽ ഇവർ തമ്മിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാലിനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോസ്റ്റ് ഒക്കെ ഇവരുടെ ഫോട്ടോ ഒക്കെ ഈ പറയുന്ന ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടാണോ, ഇനി അത് നാലാൾ അറിയിച്ച് എന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചിട്ടില്ല ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. അതാണ്, അല്ലാതെ ഇത്തിരി വൈറലാകാൻ വേണ്ടിയിട്ടാണ്, ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നീ ഒരു വീഡിയോ ചെയ്തതെങ്കിൽ നീ വിഷമിക്കേണ്ട, എന്നെ നാലാൾ അറിയിക്കുന്ന കേസ് നമ്മൾ ചെയ്തോളാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധനം എഴുതി. എന്തിനാണ് ഇവൻ തെറി വിളിക്കണേന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും മാരകമായ തെറി വിളിക്കാനുള്ള കാരണം എന്തെന്നറിയാം. അതിനുശേഷം നമുക്ക് രനാസുനയുടെ ഒരു റീലും കൂടി കാണാം. എന്തായാലും ഇതുവരെ വന്നേല്ലേ. അപ്പൊ ഓക്കെ, ആ തെറി ഞാൻ കുറെയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പിന്നീട് ബീപ്പ് സൗണ്ട് ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ കയറി വരും, ക്ഷമിക്കുക കേട്ടോ. കേൾക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ പുറത്ത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഇരുന്ന് കാണുകയാണെങ്കിൽ ദയവായിട്ട് വല്ല ഹെഡ്സെറ്റ് വല്ല യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മാറ്റാൻ വേണ്ടത് വേറെ ഒന്നുമല്ല. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ രേണു ചേച്ചിയായിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ പുതിയൊരു ആൽബം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊരു മറ്റേ മോന്റെ ഒരു ഓക്കെ, ഞാനും രേണു സുദീപ് ഞാൻ മാറ്റിയ രേണു ചേച്ചിയായിട്ട് ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഒരു സാധനം, ഒരു പുതിയ ആൽബം വരുന്നു എന്നുള്ളത് നാലാൾ അറിയിക്കുക എന്നുള്ളതാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഈ കുഞ്ചാക്കോ ബോബന്റെ മെയിൻ ഉദ്ദേശം എന്ന് മനസ്സിലായി. ഞാൻ നാലാൾ എന്തായാലും അറിയിച്ചേക്കടാ. അപ്പം ഇത് വെച്ചിട്ട് ഈ പോസ്റ്റ് ഇട്ടിട്ട് എന്താണ് ബാക്കി നമുക്ക് കേൾക്കാം. അപ്പൊ മനസ്സിലാവില്ല എന്താണ് ഉദ്ദേശം, ആ ഒരു പോസ്റ്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, കമന്റ് കണ്ടത് ഈ ഒരു കമന്റ് എന്ന് പറയുന്നത് ഇവനെ എന്തിന്റെ ക്രിമികടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മള് ഒരാളെ ഉപദ്രവിക്കാണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പടുവാണ ഞാൻ തെറി വിളിക്കാൻ കൊണ്ട് വേറൊന്നല്ല, എനിക്ക് അത്രമാത്രം ദേഷ്യം വന്നു. കാരണം ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ കുറെയൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ഇത് വിട്ടുപോകും. വീണ്ടും ഇമ്മാരി ഡയലോഗ് പന്ന ഡയലോഗ് പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് പോകും. ഈ കമന്റ് ചെയ്ത ഈ അക്കൗണ്ട് പോയിട്ട് ഞാൻ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ഇത്രയും തെറി വിളിക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തത്? ഞാൻ ആ മെസ്സേജ് വായിച്ചു നോക്കിയപ്പോൾ നീ മറ്റേ രനാസുനയുടെ പാവാടയെന്നോ അങ്ങനെ എന്തോന്ന് തന്നിട്ടുള്ളത്. അതിന് ഇത്രയും തെറി വിളിക്കാൻ എന്തിരിക്കണ്ടേ കുഞ്ചാക്കോ ബോബ? ഇതൊക്കെ മുമ്പ് ഇതിനെക്കൊണ്ട് വലിയ മുട്ട തെറികൾ നിനക്ക് വന്നിട്ടുള്ളതില്ല. അപ്പോഴും നിനക്ക് ഒരു കുരുവില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു ചെറിയ ഒരു സാധനം, അവൻ നിന്റെ പാവാട ഉള്ളതല്ലേ അവൻ പറഞ്ഞത്, പാവാടയാണെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയ്ക്ക് തെറി വിളിക്കാൻ വേണ്ടി എത്തിയിരിക്കണു. മനസ്സിലാവില്ല. വേറെ എന്തെങ്കിലും അവൻ പറഞ്ഞാ കേക്കട്ടെ. ഈ കൂടി ഇല്ല. ഈ കുറെ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി. ഒരുപാട് തവണ അവൻ ഇപ്പൊ കഴിഞ്ഞ കമന്റ് ചെയ്തേക്കുന്നത് ഇത് രേണുവിന്റെ മറ്റേ പാവാട വള്ളിയിലെന്ന്. ഇവന്റെ അപ്പനാണോ ഈ പാവാട വള്ളി? പാവാട വള്ളി എന്നല്ലേ അവൻ പറഞ്ഞു. നിന്നെ തള്ളക്കി വിളിച്ചേടേ. എങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ വരും തള്ളക്കി വിളിയാണെങ്കിലോ. നിനക്ക് ഇതിനു മുമ്പ് വന്നിട്ടുള്ള തള്ളക്കി വിളിയാണല്ലോ. അവൻ ഈ രേണുവിന്റെ പാവാട വള്ളിയാണല്ലോ എന്ന് പറഞ്ഞൊരു കമന്റ് എടുത്തുകൊണ്ട് ഇമാതിരി തെറി ഫേസ്ബുക്കിൽ വന്ന് വിളിക്കാൻ എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് മറ്റൊന്നും കൊണ്ടല്ല. ഈ പുതിയ വരാൻ പോകുന്ന ആൽബം നാലാൾ അറിയണം. രേണു ഇല്ലാതെ എനിക്ക് മാർക്കറ്റ് ഇല്ല, രനാസുന ഇല്ലാതെ എനിക്ക് മാർക്കറ്റ് ഇല്ല, അതായത് ഷാനിനെ ഇല്ലാതെ കുഞ്ചാക്കോ ബോബന് നിലനിൽപ്പില്ല എന്നാണ് അണ്ണൻ പറഞ്ഞു വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എടി നമ്മളായിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, 4 പേര് അറിഞ്ഞിട്ടുണ്ട്. എന്റെ ഉദ്ദേശം അതായിരുന്നല്ലോ. എന്തായാലും അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് അത്രയ്ക്ക് പ്രാന്ത. കാരണം നമ്മൾ ഒരാള് ആദ്യമൊക്കെ നമ്മൾ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരി ഓക്കെ എന്ന് വിടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ലെവലിൽ ഓരോ ചെയ്തിട്ട്
മറ്റേ വർത്താനം പറയുന്ന ആൾക്കാരോട് ഇതന്നെ പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ എന്റെ പൊന്ന് കുഞ്ചാക്കോ ബോബനാ. പക്ഷെ ബോബ, നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. സോഷ്യൽ മീഡിയ നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ പോസ്റ്റ് ചെയ്യണം, നീ ആദ്യമായിട്ടൊന്നല്ലല്ലോ അഭിനയിക്കുന്നത്. ഈ ഒരു കമന്റ് നീ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ അപ്പുറമുള്ള തെറികൾ കേൾക്കുമെന്ന് അറിയില്ല. എന്ത് ഇത്രയും വലിയൊരു തെറി അവനെ ഇങ്ങനെ കിടന്ന് വിളിക്കാൻ വേണ്ടി അയാൾ എന്താ പറഞ്ഞത്? നീ ലെവലിന്റെ പാവാടയാണെന്നല്ലേ പറഞ്ഞത്. അത് ഇത്ര വലിയൊരു തെറി വിളിക്കാൻ എന്തിനൊക്കെയുണ്ട്? ഇത് ഏറ്റവും ചെറിയ കമന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കാട്ടി എന്തുമാത്രം തെറിവിളികൾ കേട്ടിട്ടുണ്ടാവും. ഇത് ആദ്യമായിട്ടൊരു പുതിയ ഒരാൾ വന്ന് കാണും പോലെയാണല്ലോ. ഇത് അറിഞ്ഞിട്ടാ ഇവന്റെ ഈ പറയുന്ന ഫേസ്ബുക്കിനകത്ത് മൊത്തം ഇവനെതിരെയുള്ള പിന്നെ കമന്റുകളാണ്. നിങ്ങളെ തെറി എന്തിനു നമ്മൾ കേട്ടേന്ന്. അവൻ മാന്യമായിട്ടാണ് പറയുന്നത് നീ അവളുടെ പാവാടയാണെന്ന്. നീ ഇവിടെ വന്ന് അവന്റെ മായും പൂവും കായൊക്കെ ചേർത്ത് വെച്ച് വിളിക്കുകയാണ്. എന്തോന്നടേ കുഞ്ചാക്ക ബോബ. സഹി കേട്ടുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഒരാളുടെ ഒപ്പം ഒരു ആൽബം ഒരു റീല് ചെയ്തു പറയുമ്പോൾ അത് എനിക്ക് രേണുസുതി എന്ന വ്യക്തിന്റെ ഒപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നുണ്ട്. എനിക്കിതോടെ ഒരിക്കലും ഒരു എന്താ പറയാ ബാഡായിട്ട് സംഭവം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അവരോട് അത്ര റെസ്പെക്ട് ഉണ്ട്, എനിക്ക് അത്ര അവരോട് കാര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരോട് വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ അടുത്തൊരു പുതിയ വർക്ക് വരും നമ്മൾ ചെയ്യുന്നു. അതിന് പാവാട വള്ളി മരിച്ചോളി ഇങ്ങനെ പൊലയാട്ട് വർത്താനം പറയുന്ന മൈരന്മാരോട് എനിക്ക് അതന്നെ പറയാനുള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും. കാരണം എന്താ അറിയോ, ക്ഷമിക്കുന്നവർക്ക് ഒരു പരിധി ഉണ്ട്. നമ്മൾ ഒരാളും നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മളെ പച്ചക്ക് ഇങ്ങനെ പറയുമ്പോ സഹിയായിട്ട് പറയുന്നതാണ്. അപ്പൊ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വളരെ സിമ്പിൾ ആണ്. ഇവൻ ആ ഒരു പറയുന്ന ആൽബം നാലാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറെ തെറി വിളിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇത്രയും തന്നെയാണ്, അല്ല വേറെ ഒന്നുമില്ല. അവൻ ഈ പറയുന്ന ശാലിനിയുടെ പാവാടയാണ് എന്ന് പറഞ്ഞതിനാണ് ഇവൻ ഈ രോഷാകുലനായി പൂരത്തെറി വിളിക്കുന്നതിന്. അതിന്റെ ഇടയിൽ മൊത്തം പ്രൊമോഷൻ ചെയ്തത് ഈ പറയുന്ന ആൽബം തന്നെയാണ്. അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോയിട്ട് നീ എങ്ങനെയെങ്കിലും വളർന്ന് വരട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് കരുതി ഇനിയിപ്പോ കൂട്ടുകാരിയുടെ വീടൊക്കെ പോകാൻ വേണ്ടി എന്നൊക്കെ പോകണം, നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞു. കൂട്ടുകാരി ഇതുവരെയായിട്ട് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ. നീ കുറച്ചുകൂടി നീ അപ്ഗ്രേഡ് ആവാൻ വേണ്ടിയിരിക്കുന്നു. കൂട്ടുകാരിയെ കണ്ടില്ല, ശാലിനിയെ കണ്ടുപിടിക്കും. ശാലിനി ഇപ്പൊ എന്താ കോടിക്കണക്കിന് രൂപയുള്ള വിലയുള്ള ഡിഗ്ലസ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞാനെങ്കിൽ ഒരു റെയിൽ വെച്ച് തരാമേ. ഇതെന്റെ ഡയമണ്ട് കിടക്കുന്നത്. ഡയമണ്ട് ആണോ അത്? ഇത് ഡയമണ്ടാ. ഇത് ഡയമണ്ടാ. വില എത്ര കോടികൾ വരും? കോടിയില്ല, ലക്ഷം. ലക്ഷങ്ങൾ അറിയാവുന്നല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഗിഫ്റ്റ് കിട്ടിയതാണല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എല്ലാവർക്കും അറിയാവുന്ന. ഞാൻ അറിഞ്ഞില്ല, ഇപ്പാണ് അറിയണത്. ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ചുട്ടി കാണിക്കുന്നുണ്ട്. ഇത് ഏത് വിവരമില്ലാത്തവനാന്ന് ചെന്ന് ചോദിക്കുന്നത്. എന്താ ഡയമണ്ടാണോ? കോടികൾ വരുമെന്നാണ് ചോദിക്കുന്നത്. അവൾ പറഞ്ഞ കോടികളുള്ള ലക്ഷങ്ങൾ വരും എന്നുള്ളതാണ്. എനിക്കറിഞ്ഞില്ലേ, 10 രൂപയുടെ ഡയമണ്ട് കിട്ടും, 10,000 രൂപയുടെ ഡയമണ്ട്. ഇത് എത്ര കോടി രൂപയാണെന്ന് എത്ര ലക്ഷങ്ങളുള്ള എന്നു എനിക്കറിയാം. എന്തായാലും കിട്ടിയല്ലോ, ലക്ഷങ്ങൾ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും വന്ന് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ദാരിദ്ര്യം വിളമ്പരുത്. ഞാൻ ഒരിക്കൽ പറയും ഞാൻ ഈ പറയുന്ന റേഷൻ കടയിലെ റേഷൻ അരിയാണ് കഴിക്കുന്നതെന്ന് പറയും. മറ്റൊരു ദിവസം വന്ന് പറയും ഞാൻ മറ്റേ മാജിക് മൊമെന്റ് ആണ് കഴിക്കണമെന്ന് പറയും. ഇത് ഏതാണ് സത്യം എന്ന് പറഞ്ഞുകൂടാ. ഒരിക്കൽ പറയും എനിക്കിത് ലവള് വാങ്ങിച്ചതിന് ലവളുടെ ഗിഫ്റ്റാണ്, എനിക്ക് ഫോണില്ല തേങ്ങയെന്ന് പറയും. പിന്നെ പറയും ഞാൻ ലക്ഷങ്ങളുടെ രൂപയുള്ള വിലയുള്ള സാധനം കണ്ടിട്ട്. ഇത് ഏതാണ്? നാക്കെടുത്ത കള്ളവ് പറയത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായി? പുലി വരുന്നേ എന്ന് പറയും പോലെ ലാസ്റ്റ് പുലി വരുമ്പോഴും ആരും വിശ്വസിക്കില്ല. കാരണം കള്ളത്തിനാണല്ലോ. തുടക്കം തൊട്ട് ഇതുവരെ എന്തൊക്കെ പറഞ്ഞത് അത് മൊത്തം കള്ളത്തിനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന സുധി എന്ന് പറയുന്ന ഒരാൾ മരിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇവള് തന്നെയാണ്. അതൊരു മാറ്റി അത് ആസ്വദിക്കുകയാണ്, അർമാദിക്കുകയാണ്. മനസ്സിലല്ലേ കടന്നുകൊണ്ട് വെള്ളവാടി ഒന്നും പറയണ്ടതാ. ഇപ്പൊ എന്താ ഏതോ കാമോൻ എന്നൊക്കെ പറഞ്ഞു കെട്ട് എടുക്കുക വലിക്കുക എന്തോ ചെയ്തോ. ഇത് ഇവളെന്ത് ചെയ്യുന്ന ഇവള് കെട്ടാനൊന്നും പോകുന്നില്ല. മിക്കവാറും ഈ പറയുന്ന സുധിയുടെ എന്താണ് ഈ ഇൻഷുറൻസ് തുക ഉണ്ടല്ലോ, ഇനി അത് കിട്ടുന്നവരെ ഇങ്ങനെയൊക്കെ കിട്ടിയ ആ ഇൻഷുറൻസ് തുക കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളിയെത്തി പിന്നെ നമ്മളെ ശാലിനി പിന്നെ വേറെ ലെവലായിരിക്കും. മനസ്സിലായി? പിന്നെ എന്താണ് ചെയ്തത്? അതിൽ കെട്ടുമോന്നൊന്നും എനിക്ക് തോന്നില്ല. ഇത് പറഞ്ഞ പോലെ ഈ പറയുന്ന ലിവിങ് ടുഗദർ ഒക്കെ ആയി കഴിയുമ്പോൾ അത് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ഒരു മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത ലിവിങ് ടുഗദറിലേക്ക് ഇങ്ങനെ നമുക്ക് ആടിപ്പാടി നടക്കും, നമ്മുടെ റെയിലുകളും നടക്കും. ഈ പറയുന്ന ഇതൊക്കെ ഇവളൊക്കെ ചെരുപ്പെടുക്കാൻ പോകുന്നിടത്ത് ഇതൊക്കെ ഗ്യാവനടേ. ആ ബാത്റൂമിൽ ഒന്ന് അവൾക്ക് ഒന്ന് മുള്ളാൻ പോകുമ്പോഴെങ്കിലും നിങ്ങൾ ക്യാമറ ഇല്ലാതെ മാറ്റി നോക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. മുള്ളാൻ പോണവരെങ്ങനെ എടുക്കും, ബാത്റൂമിൽ കയറി മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ആളുകളാണ് ഇവളെ ബാക്കിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനിതിട്ട് വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ഒരു കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ പാവം നമ്മുടെ കുഞ്ചാക്കോ ബോബനെ ഒന്നൊന്ന് അങ്ങനെയെങ്കിലും ഇത് പൊങ്ങി വരട്ടെ. നല്ല നല്ല കലാകാരന്മാരെ പൊങ്ങി വരട്ടെ. നമ്മൾ അതിനുള്ള ചെറിയ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.